ഇത് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകും. മെയിൻ യൂണിറ്റിന് മുൻപിൽ ഇതുപോലൊരു യൂണിറ്റ് മിക്കവാറും എല്ലാ വീടുകളിലും കാണും. ഇത് പ്രീ ഫിൽറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലേക്ക് അകത്ത് ഫിക്സ് ചെയ്യുന്ന അതിൻ്റെ ഫിൽറ്റേഴ്സ് മാർക്കറ്റിൽ 2-3 തരം ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ഒന്ന് ഇതുപോലെയുള്ള സ്പൺ ഫിൽറ്ററുകൾ, പിന്നെ നൂലുകൊണ്ട് വോണ്ട് ടൈപ്പ് സ്പൺ ഫിൽറ്ററിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടാവുക. ഉപയോഗക്രമവും സെയിം തന്നെയാണ്, എന്നാൽ അതിൻ്റെ മാനുഫാക്ചറിങ്ങിലുള്ള ചെറിയ ഡിഫറൻസോട് കൂടിയിട്ട് വരുന്ന വോണ്ട് ഫിൽറ്റർ. അതുപോലെ തന്നെ ഇത്തരത്തിൽ മുകളിൽ ത്രെഡ് കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന, ഇതുപോലെ ഉറപ്പിച്ച് വെക്കാൻ പറ്റുന്ന വേറൊരു ഫിൽറ്റർ. ഇത്തരത്തിൽ 2-3 ഫിൽറ്റേഴ്സാണ് മാർക്കറ്റിൽ വ്യാപകമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു വാട്ടർ ഫിൽറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ഫിൽറ്ററുകളുടെയും മുൻപിൽ ഇത്തരത്തിലുള്ള ഒരു പ്രീ ഫിൽറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യാവുന്നതോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഇതുപോലുള്ള ഫിൽറ്റേഴ്സ് റീപ്ലേസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഡിസൈനാണ് ഇതിനുള്ളത്. ഇതിൽ സ്പൺ ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരുപാട് പേര് ഷോപ്പുകളിൽ പോയിട്ട് ഇത് പോയി വാങ്ങിക്കാറുണ്ട്. അവരവർക്ക് തന്നെ മാറ്റാവുന്ന തരത്തിലുള്ള ഫിൽറ്റേഴ്സാണ് ഇത്. തീർച്ചയായിട്ടും സെൽഫ് മെയിൻ്റനൻസ് വരുന്ന തരത്തിലുള്ള ഡിസൈൻ തന്നെയാണ് ഇതിനുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, പലരുടെയും വീടുകളിൽ വാട്ടർ ഫിൽറ്റർ ഫിക്സ് ചെയ്ത് ഇതുപോലെ ഉള്ളൊരു യൂണിറ്റാണുള്ളത്. ഇവിടെ ഈ യൂണിറ്റിൽ പ്രീ ഫിൽറ്ററിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും, ഇതിൽ നിങ്ങളുടെ ടാപ്പിൽ നിന്നും വരുന്ന കണക്ഷൻ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കാണുന്നുണ്ടല്ലോ. ഈ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ യൂണിറ്റിലേക്ക് ഇവിടെ നിന്ന് വെള്ളം കടന്നു വന്ന് ഇവിടം ഒരു 5 മൈക്രോൺസ് വരെയുള്ള ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. ഈ ഫിൽറ്റേഴ്സിന് വില വളരെ കുറവേ ഉള്ളൂ, എന്നാൽ മെഷീൻ്റെ അകത്തേക്ക് മാറ്റുന്ന ഫിൽറ്റേഴ്സ് വളരെ വില കൂടുതലുള്ള ഫിൽറ്റേഴ്സാണ്. സോ എങ്ങനെയാണ് അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള ഫിൽറ്റേഴ്സിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണുള്ളത്. ഈ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും മിക്കവാറും എല്ലാ ഹൗസിങ്ങിനും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, ഇന്നും ഔട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ കാണുന്ന പല വീടുകളിലും ഇതിൻ്റെ നീളം കുറവായതുകൊണ്ട് പല വീട്ടുകാരും ഇത് അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇതിൻ്റെ ഫിൽറ്റേഴ്സ് മാറ്റുന്നത്. എന്നാൽ ഇത് തിരിച്ച് റീഫിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇന്നും ഔട്ടും നോക്കാതെ ഇത് മാറ്റിക്കൊടുക്കും. മാറ്റിക്കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്നറിയാമോ? ഈ ഇത്തരത്തിലുള്ള ഫിൽറ്റേഴ്സിൻ്റെ പുറത്ത് വന്ന് പിടിക്കേണ്ട അഴുക്ക് മുഴുവൻ അകത്ത് പോകും. ഈ പൈപ്പിൻ്റെ നീളം വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട് വീട്ടുകാർ ഇത് അഴിച്ചു മാറ്റി എന്നിട്ടാണ് ഇതിനെ അഴിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ ഫിൽറ്റർ ഇട്ട് കൊടുക്കാറുള്ളത്. പക്ഷെ വീണ്ടും ഇതിനെ റീഫിക്സ് ചെയ്യുമ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഇന്നും ഔട്ടും ശ്രദ്ധിക്കാതെ മാറ്റിക്കൊടുക്കും. ഇത് കണ്ടില്ലേ, ഈ ഫിൽറ്ററിൻ്റെ ഇവിടം മുഴുവൻ വെള്ളം നിറഞ്ഞ് ഇതിലൂടെ കടന്ന് ഈ ഹോൾ കണ്ടില്ലേ, ഇവിടെയാണ് വെള്ളം പുറത്തേക്ക് വരേണ്ടത്. പക്ഷെ നിങ്ങൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇവിടേക്കായിരിക്കും ആദ്യം വെള്ളം കയറി വരിക, എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെള്ളം വരും. ഫിൽട്രേഷൻ ഒക്കെ നടക്കും, പക്ഷേ ഈ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ലൈഫ് നിങ്ങൾക്ക് കിട്ടില്ല. ഇത്രയും സർഫസ് ഏരിയ ഉണ്ട്, ഇത്രയും ഏരിയയിൽ നമുക്ക് ചെളി പിടിക്കാനുള്ള സ്പേസ് ഉണ്ട്. എന്നാൽ അകത്തേക്ക് പോയിട്ട് ഇവിടെയാണത് നമ്മുടെ സെഡിമെന്റ്സ് ബ്ലോക്ക് ആവുന്നതെങ്കിൽ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഫിൽറ്റേഴ്സ് മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ടാവും. പലപ്പോഴും ഫിൽറ്റർ മാറ്റിയതിന് ശേഷം ലീക്ക് വന്നു എന്ന് പലരും പറയാറുണ്ട്. അതിൻ്റെ കാരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ഫിൽറ്റർ മാറ്റുമ്പോൾ ഇവിടെ ഈ ഹൗസിങ്ങിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ഓറിങ് ഉണ്ടാവും.
ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്യാപ്പ് അടയ്ക്കുമ്പോൾ ശരിക്ക് ടൈറ്റായിട്ട് വാട്ടർ ലോക്ക് ആവില്ല. കാരണം ഈ ഒരു ഓറിങ്ങിൻ്റെ ബലത്തിൽ മാത്രമാണ് ഇതിനകത്ത് ലീക്ക് വരാതെ ഈ ഹൗസിങ്ങിൽ ഈ ക്യാപ്പ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഇതെടുത്ത് കഴുകുമ്പോഴോ അല്ലെങ്കിൽ ഫിൽറ്റർ മാറ്റുമ്പോഴോ ഈ ഓറിങ് പോവാതെ ശ്രദ്ധിക്കണം. ഫിൽറ്റേഴ്സ് വളരെ ചെളിയൊക്കെ നിറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഈ സാധനം ഇവിടെ ഇരിക്കുന്നത് പലരും ശ്രദ്ധിക്കാറില്ല. ഇത് വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപ്പ് വെച്ച് അടയ്ക്കുമ്പോൾ വാട്ടർ ടൈറ്റ് ആവില്ല. ഫിൽറ്റേഴ്സ് മാറ്റിയതിന് ശേഷം ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അഴിച്ച് ഈ ഓറിങ് ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല അത് നന്നായിട്ടൊന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ലീക്ക് ഇല്ലാതെ വാട്ടർ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഈ ഫിൽറ്റേഴ്സ് പല ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പല സൈസിൽ പല വെയ്റ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇതിൻ്റെ വിലയിൽ കുറവ് കണ്ടുകൊണ്ട് ചീപ്പായിട്ടുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെ ഡയ കുറഞ്ഞിട്ടുള്ള ഫിൽറ്റേഴ്സ് മാറ്റുമ്പോൾ ഈ ഫിൽറ്ററിൻ്റെ ഈ ഭാഗം ഇതിൻ്റെ അകത്ത് പോയി ലോക്ക് ആവേണ്ടതാണ്, ഇങ്ങനെ പോയി ലോക്ക് ആവേണ്ടതാണ്. എന്നാൽ നിങ്ങളിത് ഇട്ടിട്ട് ഇത് ടൈറ്റ് ആവുമ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇത് ശരിയായ രീതിയിൽ ലോക്ക് ആവാതെ വെള്ളം ബൈപ്പാസ്സായി നമ്മുടെ മെഷീൻ്റെ അകത്തേക്ക് കയറിപ്പോകും. പണം ലാഭം നോക്കിക്കൊണ്ട് ചെറിയ ടൈപ്പ് ഫിൽറ്ററുകൾ വാങ്ങിക്കും. അതായത് സൈസ് വളരെ കുറവായിരിക്കും, വില കുറവായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ഫിൽറ്റർ വാങ്ങിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ഫിൽറ്ററിൻ്റെ ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളത് കൊണ്ട് ഇത് കുറച്ച് ഇങ്ങോട്ടോ ഇടതുവശത്തോട്ടോ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇത് മാറി നിങ്ങൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ലോക്ക് ആവില്ല. ഈ പൊസിഷൻ കണ്ടില്ലേ ഇവിടെ, ഇത് ഇതിനകത്തേക്ക് പോയി കറക്റ്റായിട്ട് ലോക്ക് ആവേണ്ടതാണ്. അതിന് പകരം ഇത് ചെറുതായതുകൊണ്ട് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ട് വെള്ളം ഫിൽറ്റർ ആവാതെ ബൈപ്പാസ്സായി നിങ്ങളുടെ മെഷീൻ്റെ അകത്തേക്ക് കയറിപ്പോകും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ചെറിയൊരു ലാഭം നോക്കിക്കൊണ്ട് നമുക്ക് മെഷീനകത്തുള്ള വില കൂടിയ ഫിൽറ്റേഴ്സ് മാറ്റേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിൽറ്റർ ഉള്ളതിൻ്റെ യാതൊരു ഗുണവും നമുക്ക് ലഭിക്കില്ല. നമ്മൾ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്, പക്ഷേ ഫിൽറ്ററിൻ്റെ ഫങ്ഷൻ ശരിക്കും നടക്കില്ല. അതുകൊണ്ട് അല്പം സൈസുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴെന്താ, ഇത് കറക്റ്റായിട്ട് ഇതിന് ലോക്കായിട്ട് നിൽക്കും. നിങ്ങൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ കാണാൻ പറ്റും, നോക്കട്ടെ. ഇതുപോലെ കറക്റ്റായിട്ട് മാർക്കിംഗ് വരും ഇതിൻ്റെ. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ താഴെ ഉണ്ടാവുക. താഴെ ഇട്ട് കഴിഞ്ഞാലും ഇത് സെൻറ്ററിൽ പോയി കറക്റ്റായി ലോക്കാവും. ഇതിങ്ങനെ എങ്ങനെ അത്യാവശ്യം സൈസുള്ള ഫിൽറ്ററാണെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാലും അത് ബൈപ്പാസ് ആവില്ല. പക്ഷെ ചെറിയ ഡയയുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ പ്രീ ഫിൽറ്റർ നിങ്ങൾക്ക് നല്ല ലൈഫും കിട്ടും. സമയാസമയങ്ങളിൽ ഇത് മാറ്റുകയും ചെയ്യും കൂടി ചെയ്താൽ നിങ്ങൾക്ക് മെഷീനും ലൈഫ് കൂടും. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ചെളി ഉണ്ടാവും, അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറ്റേണ്ടി വരും. എന്നാൽ മറ്റുള്ള സമയങ്ങളിൽ ചെളി കുറവുള്ള അവസ്ഥകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും. അത് നോക്കുക, നിങ്ങൾ തന്നെ അഴിച്ച് മാറ്റുമ്പോൾ ഏത് പീരീഡിൽ ഏത് കാലാവസ്ഥയിൽ നിങ്ങൾക്ക് ചെളി കൂടുതൽ വരുന്നുണ്ട് എന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ മാറ്റാവുന്ന കാര്യമുള്ളൂ. ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് വാങ്ങുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കിണറിൻ്റെയോ അല്ലെങ്കിൽ ബോർവെല്ലിൻ്റെയോ മുനിസിപ്പൽ വാട്ടറിൻ്റെയോ ക്വാളിറ്റി നോക്കിക്കൊണ്ട് അതിനൊരു കാലാവധി ഫിക്സ് ചെയ്തുകൊണ്ട് തനിയെ മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ.